നമ്മളെ കുറിച്ച് ഇപ്പൊ എന്താ പറഞ്ഞത്? കള്ള ഹദീസും പഠിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് മുവാഹിദുകളെ ശിർക്കിലേക്ക് നയിക്കാന്ന് ശിർക്ക് കേട്ടോളൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എന്താ ഇപ്പൊകളെ എവിടെങ്കിലും കാണും ഇങ്ങനത്തെ ഒരാളെ? കള്ളശാപ്പിന്റെ മുമ്പിലുണ്ടാവും, കുടിച്ച് പിപ്പിരിയിട്ട് ഹായിണ്ടെങ്കിൽ വാടാക്കട്ടെ, കൊണ്ട് വാടാക്കട്ടെ. നമ്മള് പറയും കുടിച്ച് പിപ്പിരിയല്ല, വണ്ടിപ്പുറത്തോടി വിട്ടളാറ്. സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്ന ആളാ, നല്ല സംസ്ഥാന സെക്രട്ടറിയാ. നോക്കിങ്ങള് നാട്ടപ്പാതിരാക്ക് 12:30 മണിക്ക് ജാമ്യന്റെ ക്യാമ്പസിൽ എത്തിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോൾ അടിക്കാൻ ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ, വെല്ലുവിളിക്കാലോ. മുരീദന്മാര് മാത്രം തള്ളി പൊളിച്ച് കുത്തിരിക്കല്ലോ മുമ്പില്. മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് വണ്ടി എടുത്ത് പോയിക്കാ ജാമ്യക്ക്. രാവിലെ 10 മണിക്ക് തുടങ്ങി 1 മണി വരെ ശിർക്കാരോപണം തീരുന്നില്ല. 12:30 മണിക്ക് ഇയാൾ ജാമ്യന്റെ പരിപാവനമായ ക്യാമ്പസിൽ നിന്നിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോൾ കൊണ്ടുവേടാൻ കേട്ട ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് എന്താ വല്ല പടാളി തന്നെ വിളിക്കുക തന്നെ. എന്താണിത്? ഇത് എവിടുത്തെ സംസ്കാരാണിത്? എന്നാ സുഹൃത്തുക്കളെ, വാദം മാറ്റി തെളിവെന്താന്നറിയോ? അവിടെ ഇടവണ്ണ ജാമ്യയിൽ പോയി തൗബ ചെയ്തു.